നമ്മുടെ മൊബൈൽ ഫോണിൽ സേവ് ചെയ്യാത്തൊരു നമ്പറിൽ നിന്ന് ഒരു സുഹൃത്ത് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സുഹൃത്തിൻ്റെ നമ്പർ നമുക്ക് മൊബൈൽ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഒരു മൊബൈൽ നമ്പർ കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ കോൺടാക്റ്റിൽ സേവ് ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു നമ്പർ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ കോൺടാക്റ്റിലേക്ക് പോകും. പക്ഷെ വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്കൊരു മൊബൈൽ നമ്പർ സേവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സേവ് ചെയ്ത മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. നമ്മളിന്ന് വീഡിയോയിൽ പരിശോധിക്കുന്ന വാട്സപ്പിലൂടെ നമുക്ക് കോൺടാക്റ്റുകൾ എങ്ങനെ എഡിറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു വന്ന ഒരു കോൺടാക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ കാണാൻ സാധിക്കും എനിക്കൊരു മെസ്സേജ് വന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റിൽ സേവ് ചെയ്തിട്ടില്ല. മാത്രമല്ല ഇത് കോൺടാക്റ്റ് സേവ് ചെയ്താൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു കോൺടാക്റ്റ് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനലിലൂടെയാണ് വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അറിവുകൾക്ക് നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സുഹൃത്ത് മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സുഹൃത്തുമായി കോൺടാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സുഹൃത്തിൻ്റെ നമ്പർ വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ബ്ലോക്ക് ആഡ് എന്നുള്ള ഓപ്ഷൻ. ഇവിടെ ഈ ഒരു ആഡ് എന്ന ഓപ്ഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ കോൺടാക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ആഡ് എന്ന് കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും മുകളിൽ ആഡ് ടു കോൺടാക്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നമ്മുടെ കോൺടാക്റ്റിലേക്ക് ഒരു ഓപ്ഷൻ എത്താൻ സാധിക്കും. തുടർന്ന് നിങ്ങൾ ഗൂഗിൾ നമ്പർ സേവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലുകൾ ചോദിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ലോഗിൻ ചെയ്തിരിക്കുന്ന ഇമെയിലുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യണോ അതോ നിങ്ങളുടെ സിം കാർഡിൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇമെയിൽ അക്കൗണ്ടിലേക്കാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമെയിൽ അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു. തുടർന്ന് നമുക്ക് കാണുന്ന ഇന്റർഫേസ് ഇങ്ങനെയാണ്. ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കുക. നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിൽ സേവ് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇപ്പോൾ സേവ് ആയിരിക്കുകയാണ്. ഇപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു നമ്പർ പോയി അവിടെ പകരം ഒരു പേരാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ ഈ പേര് ഒരു എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വീവ് ഇൻ അഡ്രസ് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലേക്ക്, അതായത് നമ്മുടെ മൊബൈൽ നമ്പർ സേവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റിലേക്കായിരിക്കും നമുക്ക് എത്താൻ സാധിക്കുക. അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മൊബൈൽ നമ്പറോ പേരോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന എഡിറ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പേരോ അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. തുടർന്ന് ഏറ്റവും മുകളിലുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാനും സാധിക്കും. ഇപ്പോൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വാട്സപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു മൊബൈൽ നമ്പർ സേവ് ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്ത മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ദിവസം ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എനിക്ക് വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.